ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പർച്ചേസിങ് വീഡിയോ ആണ്. പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ വീഡിയോ എടുക്കണമെന്ന്. കാരണം എല്ലാ മാസവും ഈ ഒരു പരിപാടിയുണ്ട്, ഈ ഒരു മന്ത്ലി പർച്ചേസിങ്. ശക്തൻ മാർക്കറ്റിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ശക്തൻ മാർക്കറ്റിലേക്ക് വരുന്നതും വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നൊക്കെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചാനൽ തുടങ്ങിയിട്ട് 1 year ആയി. അപ്പോൾ ഈ ഒരു വീഡിയോ ചുമ്മാ ഒന്ന് എടുത്തേക്കാന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല മഴയായിരുന്നു. അപ്പം പോക്ക് മാറ്റി വെക്കണോ, നാളെ പോയാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് മഴയൊക്കെ തോന്നിട്ട് ഇറങ്ങിയാൽ മതിയോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് പോകാൻ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മഴയൊക്കെ തോരും. അങ്ങനെ എന്തായാലും റെഡി ആയതല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ മാർക്കറ്റിലെത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് ലെറ്റ്യൂസൊക്കെ ഉള്ളൊരു ഷോപ്പിലേക്കാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഇല്ല. പിന്നെ 1-2 കടലൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, തീർന്നു പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ പ്രാവശ്യം കേട്ടോ ലെറ്റ്യൂസ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്കും തീർന്നു പോകും. പിന്നെ വരുന്നത് ഈ ഒരു ഷോപ്പിലാണ്. സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ വാങ്ങാൻ ഈ ഒരു ഷോപ്പിലാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരം വരുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മ ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ അടുത്തൊരു ഷോപ്പിലേക്ക് പോകും. എന്നിട്ട് ഞാനിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം വൈകും. അപ്പോൾ അമ്മ വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അമ്മ അടുത്തൊരു പലചരക്ക് കടയുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അമ്മേൻ്റെ അടുത്തോട്ട് പോയി. എല്ലാവർക്കും നല്ല പരിചയമാണ് കേട്ടോ, സ്ഥിരമായിട്ട് നമ്മൾ കയറുന്ന ഷോപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല പരിചയമാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതേ അമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അടുത്തത് പിന്നെ ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അരിയൊക്കെ ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അരിയൊക്കെ വാങ്ങാനായിട്ട് അച്ഛൻ വരും. പിന്നെ അച്ഛൻ വണ്ടി ഇടാൻ പോയേക്കുമായിരുന്നു. അങ്കിള് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ചോദിക്കുകയാണ്. നല്ല കമ്പനിയാണ് കേട്ടോ, നല്ല പരിചയമാണ്. എല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന കടയാണ്. അപ്പോൾ എന്നെ വീഡിയോയെ പറ്റിയും ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കും. വീഡിയോസൊക്കെ കാണാറുണ്ട്, എൻ്റെ അഭിപ്രായമൊക്കെ പോരട്ടെ ഇവരെല്ലാവരും. പിന്നെ എൻ്റെ പരീക്ഷയുടെ കാര്യമൊക്കെ ചോദിക്കട്ടോ ഞങ്ങൾ എന്തായി, ഉടനെ വരെ നടപടിയാവുമോ എന്നൊക്കെ ചോദിക്കും. എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം പിന്നെ തിരിച്ചു പോകുന്നത് ഇവിടുന്ന് അരി എടുക്കണമല്ലോ. അപ്പം തിരിച്ച് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മളതൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ പച്ചക്കറി വാങ്ങാനാണ് അടുത്ത് പോകുന്നത്. മാർക്കറ്റിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി തുടങ്ങി കേട്ടോ. അമ്മയ്ക്ക് നെല്ലിക്ക വേണമെന്ന് പറഞ്ഞു, ഉപ്പിലിട്ട് വെക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ നെല്ലിക്ക വാങ്ങാൻ നിൽക്കുമായിരുന്നു. കണ്ടപ്പോൾ തോന്നിയാണ് കേട്ടോ, പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി നമുക്ക് നെല്ലിക്ക വാങ്ങാൻ, ഉപ്പിലിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ നമ്മൾ സ്ഥിരം കയറുന്ന പച്ചക്കറി കടയാണ് ഇവിടെ. ഇവിടെ വന്നിട്ട് ബാക്കി കുക്കുംബർ, ക്യാപ്സിക്കം, സവോള, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കട ഇതാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കണമെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. ഞാൻ വരുന്ന വഴിക്ക് ഏതാണ്ട് മാർക്കറ്റൊക്കെ എത്താറായപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കാമെന്ന്. കാരണം നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടനെ എടുക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. സെയിം തന്നെയല്ലേ നമ്മൾ, കാരണം സെയിം ഷോപ്പ്, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് അടുത്ത മാസം വരുമ്പോൾ ഇതേ കടയിൽ ഇതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഒരു മാസത്തേക്ക് വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ കടയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം അവസാനം അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് അരിയൊക്കെ എടുത്ത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു മാർക്കറ്റിലോട്ട് വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ല പണിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് പിന്നെ അരിയൊക്കെ വെച്ച് സാധനമൊക്കെ വെച്ച് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അത് ആ സമയത്ത് കുറച്ചൊരു പണിയാണ് എന്നും ഞങ്ങൾ, കാരണം കുറച്ച് അവിടെ നിന്ന് ബ്ലോക്ക് ആവാറുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു ഷോപ്പിലാണ്. നമ്മുടെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ എല്ലാം വാങ്ങുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇവിടെ വന്നാൽ പെട്ടെന്നെല്ലാം കഴിയട്ടെ, പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു ഷോപ്പ് ഇവിടെ നിന്നാണ്. ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തത്. വീഡിയോ എൻ്റെ മുഖവും തലയൊന്നും ഇല്ല ഈ വീഡിയോയിൽ, അമ്മ എടുത്തു തന്നതാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇതാ റിലയൻസിൽ വന്നു. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ, നമ്മുടെ പനീർ, പിന്നെ അവിടെ നിന്ന് ശക്തനിൽ നിന്ന് കിട്ടാത്ത കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. ബുഷ് ബീൻസ്, പിന്നെ ലെറ്റ്യൂസ് ഇവിടെ വന്നിട്ട് നോക്കി ഇവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ പനീർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ റിലയൻസിൽ നിന്നാണ് വാങ്ങുന്നത്. ഇഷ്ടമാണോ മേടിക്കാറ്?
ഇതൊക്കെ സെയിം തന്നെയാണ്. അടുത്ത മാസം ഇതേ സാധനങ്ങളും ഇതേ ഷോപ്പും കാര്യങ്ങളും. പിന്നെ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് മെഡിസിൻസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ കയ്യോട് അതും കൂടെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വീണ്ടും വരണം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഒരു മാസത്തേക്കുള്ള മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ഇനി പിന്നെ ഒതുക്കി വയ്ക്കലാണ് പണി. ഞാനാണെങ്കിൽ നല്ല ടയർഡായിരുന്നു. എന്തോ നല്ല ക്ഷീണവും ഉറക്കമൊക്കെ വരുന്നുണ്ട്. ആകെ കിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സാളെ കൊണ്ടുവച്ചു അമ്മ വിളമ്പാണ് കേട്ടോ. അമ്മ ഭക്ഷണം വിളമ്പാണ്. ഉച്ചയ്ക്ക് ഒരു 12:45 ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. രാവിലെ 9 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഒതുക്കി വയ്ക്കുന്ന പരിപാടിയൊക്കെ. ഞാൻ നല്ല കിറങ്ങിയിരിക്കുക. നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് എടുത്ത് വെക്കാൻ പാകത്തിന്. അമ്മയാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കത്തേ ഉള്ളൂ. കവറിനെടുത്ത് പുറത്ത് വെച്ച് കൊടുക്കും. ബാക്കി എടുത്ത് വെക്കുന്നതെല്ലാം അമ്മയാണ്. ഇന്നെന്തോ എനിക്ക് നല്ല മൂടില്ല എടുത്ത് വെക്കാനൊന്നും. ഞാൻ ആകെ ക്ഷീണിച്ച് കിടക്കാൻ വൈകിയെന്ന് തോന്നുന്നു തലേ ദിവസം. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും കൊടുത്ത് അമ്മ ഒതുക്കി വെക്കണം. ഞാനങ്ങ് പോവും, ഉറക്കം വരുന്നുണ്ട്, ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഞാൻ തന്നെയാണ് എടുത്തു വെക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് നല്ല ക്ഷീണം, ഒട്ടും വയ്യ. അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു എടുത്തു വെക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷീണം കാരണമാണ് കേട്ടോ. അരി ചാക്ക് ഞാൻ കാറിൽ നിന്ന് പൊക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. നല്ല ക്ഷീണം കൊണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ശ്രമിച്ചതെങ്കിൽ പറ്റിയേനെ. പിന്നെ അച്ഛനാണ് കൊണ്ടുവച്ച് തന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ട് വെച്ചു. അതിൽ കുറച്ചരി കവറിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കവറ് കാറിൽ നിന്ന് ധൃതി പിടിച്ചെടുക്കുമ്പം എവിടെയോ കൊളുത്തിയിട്ടത് കീറിപ്പോയി. പിന്നെ അതൊരു മുറത്തിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. കുറച്ചരി കാറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്. ഫ്രിഡ്ജ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും. ഇനി മാസാവസാനം ആകുമ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് കാലിയാവുന്നത്. ഇതൊക്കെയാണെന്ന് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അമ്മ. നമ്മുടെ കിച്ചണിലെ ബാറ്ററി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചിട്ടതാണ്. ഞാൻ അമ്മയ്ക്ക് ഏതാണ്ട് ഒതുക്കി വെക്കാനൊക്കെ പാകത്തിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കിടക്കാൻ പോവാണ്. അമ്മ തന്നെ എല്ലാം ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നീ പൊക്കോ, ഞാൻ ഒതുക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു അമ്മ. അങ്ങനെ ഞാൻ പോയി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ 4 മണി 4:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ ചായയുടെ സമയപ്പോഴാണ് ഇട്ടത്. അമ്മ വിളിച്ചില്ല കേട്ടോ. സാധാരണ 4 മണിയാകുമ്പോൾ അമ്മ വിളിക്കാറുണ്ട്. ഞാൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്മ അത് ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാം അമ്മ തന്നെ ഒതുക്കി വെച്ചു. ഇനി എനിക്കുള്ള കുറച്ച് പണികളൊക്കെയാണ്. ഇത് സീഡാണ് കേട്ടോ. സീഡ് ഇപ്പോൾ ആദ്യം ഞങ്ങളത് വാഷ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം അമ്മ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയിട്ടൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. കണ്ടെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അമ്മ പറയും കേട്ടോ, നീ കൂടിയില്ലെങ്കിൽ എളുപ്പം എൻ്റെ പണി തീരുമെന്ന്. ഇനിയുള്ള ക്യാരറ്റ് എടുത്ത് വെക്കണം അല്ലേ. ഇതെൻ്റെ ജോലി. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെക്കണം. അത് എൻ്റെ ജോലിയാണ്. ഇന്ന് ബീൻസ് എടുത്ത് വെക്കാൻ അങ്ങനെയെല്ലാം അടിപൊളിയാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.